ഹായ് കൂട്ടുകാരെ, അപ്പം ഞാനിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് കനകക്കുന്നിലുള്ള നമ്മുടെ 2025 എക്സ്പോ ഒരുമയുടെ പൂരം 2025 കാണുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. തിരുവനന്തപുരത്ത് ഈ കനകക്കുന്നിൽ ഇതിനു മുന്നേ പല പരിപാടികളും ഇവിടെ നടന്നിട്ടുണ്ട്. ഓണത്തിനായാലും ക്രിസ്മസിനാണെങ്കിലും അല്ലാതെയൊക്കെ. പക്ഷേ ഇത്രയും ജനത്തിരക്ക് ഉള്ള ഒരു പരിപാടി വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇത് എക്സ്പോ കാണാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വേടൻ്റെ പാട്ടൊക്കെ ഇവിടെ ഉണ്ട്. നിശാഗന്ധിയിൽ ഇതിനകത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും അതിൻ്റെ ഒരു ആൾത്തിരക്കും കൂടെ ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ എന്തോ ആയാലും നമുക്ക് ഇവിടുത്തെ നല്ല എന്താ പറയുക, നമ്മുടെ ആ തുടക്കം കയറി പോകുന്നിടത്ത് തന്നെ അതിമനോഹരമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഒരു ഭയങ്കര രസമാണ്. ഒത്തിരി നമുക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ നേരെ അകത്തോട്ട് കയറി ചെന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിക് പഴയ നമ്മുടെ കുപ്പികളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു ചെറിയ സ്ഥാപനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. ഏപ്രിൽ 21 തുടങ്ങിയ എക്സ്പോയ്ക്ക് 23 ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷം അന്തർദേശീയ സഹകരണ വർഷമായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തവണത്തെ സഹകരണ എക്സ്പോ സംഘടിപ്പിച്ചത്. അങ്ങനെ എക്സ്പോ 2025 സഹകരണ വകുപ്പ് കേരള സർക്കാർ നമ്മൾ നേരെ നമ്മുടെ എക്സ്പോയുടെ അകത്തേക്കുള്ള മെയിൻ ഇതിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊക്കെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എക്സ്പോ 2025 സഹകരണമാണ് ലഹരി, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് സെൽഫിയും കാര്യങ്ങളും ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മാലവള്ളുകൾക്കിടയിൽ കുറേ പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കടൽ കുതിരയെ കാണാം. നല്ലൊരു അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളിനി വന്നിട്ടുള്ള കാര്യത്തിലേക്ക് നേരെ ഇപ്പോൾ കടക്കുകയാണ്. സഹകരണ വകുപ്പ് ഇനി ഇവിടെ നമ്മളിനിയിപ്പം കാണാൻ പോകുന്നത് ഇവിടെയുള്ള കാര്യങ്ങളാണ്. സഹകരണ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാം നേരിടുന്ന വെല്ലുവിളികൾ, വിവിധ സംസ്ഥാനങ്ങളുടെ സഹകരണ സ്ഥാപനങ്ങളുടെ മാതൃകകൾ, അതെല്ലാം പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഈ എക്സ്പോയിലുണ്ട്. ഒപ്പം തന്നെ വിവിധ തരം സെമിനാറുകൾ, പുസ്തക പ്രകാശനമടക്കമുള്ള ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നു വരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ എല്ലായിടും 6 വരി പാതയൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് കാസർഗോഡ് മുതൽ സിംഗള വരെ, അതായത് 39 കിലോമീറ്റർ പണിതിരിക്കുന്ന ഒരു പാലത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ അവരത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു 39 കിലോമീറ്റർ ഇങ്ങനെ ഒറ്റ ഒരു ഇതിൽ ഒക്കെ പണിത് വെച്ചിരിക്കുന്നത് അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ്. ഏതായാലും ഇനി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ ആന, അതുപോലെ കുറേ പായ്ക്കപ്പൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പൈസ കൊടുത്ത് നമുക്ക് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. നമുക്ക് വേണ്ടി ഇത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ എല്ലാം നല്ല കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഇത് മേടിച്ച് പോകുന്ന രീതിയിലാണ്. ആനക്കുട്ടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ടോ. ഇതൊക്കെ നമ്മൾ പഴയ വീടുകളിലൊക്കെ നമുക്ക് ഇതിങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് നല്ലൊരു കാഴ്ചയായിരുന്നു. അവിടുന്ന് നെൽകൃഷി നടത്തി അതിൻ്റെ കാർഷിക ഉൽപ്പന്നമായ നെല്ലിൽ നിന്നും വേർതിരിച്ചെടുത്ത വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ സ്റ്റാളുകളിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രൊഡക്റ്റുകളുടെ ലോഞ്ചിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ കേരളത്തിൻ്റേതായിട്ടുള്ള തനത് വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. വനിതകളുടെ കൂട്ടായ്മ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിവിധ തരത്തിലുള്ള കണ്ടെത്തലുകൾ ഇവയെല്ലാം പ്രദർശിപ്പിക്കാനുള്ള ഒരു വലിയ മേള കൂടിയാണ് ഒരുമയുടെ പൂരം എക്സ്പോ 2025. എക്സ്പോയുടെ സ്റ്റാളുകളുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവനും ബീഹാർ സഹകരണ മന്ത്രി പ്രേംകുമാറും ചേർന്നാണ് നിർവഹിച്ചത്. അന്തർദേശീയ സഹകരണ വർഷത്തിൽ രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് ഇത്രയും വിപുലമായ രീതിയിൽ
സഹകരണ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ വൈവിധ്യമാർന്ന 400-ൽ പരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും എക്സ്പോയിൽ നടക്കുന്നുണ്ട്. അടുത്ത നമ്മളവിടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കണ്ടു. അവിടുത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. സ്കൂട്ടർ കാണുകയൊക്കെ ചെയ്തു. നമുക്ക് 120 കിലോമീറ്റർ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇത് 50% വായ്പ നമുക്ക് തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1,05,000 രൂപയാണ് വണ്ടി വില. പക്ഷേ അതിൽ 84,000 രൂപയ്ക്ക് ഇപ്പോൾ ഇവിടുന്ന് ബുക്ക് ചെയ്യുവാണെങ്കിൽ കിട്ടും. അതുപോലെ നമുക്ക് അതിൻ്റെ പകുതി പൈസ അടച്ചിട്ട് ബാക്കി പകുതി പൈസ 84-ൻ്റെ പകുതി അടച്ച് ബാക്കി പകുതി പൈസ ഇവർ പലിശ ഇല്ലാതെ നമുക്ക് അത് വായ്പ തരികയും ചെയ്യും. വെൽക്കം ടു കേരള ബാങ്ക്. കേരള ബാങ്ക് കുട്ടികൾക്കായി ഒരു മത്സരവും കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളും കാര്യങ്ങളും ഇവിടെ നിന്നും കൊടുക്കുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടി ഇവിടെ നോക്കി സ്ക്രീനിൽ നോക്കി ഇവിടെ ക്രിക്കറ്റ് കളിക്കുകയും ഇതിലൊക്കെ വിജയിക്കുകയൊക്കെ ചെയ്യുന്നതിനനുസരിച്ചുള്ള സമ്മാനങ്ങളും കാര്യങ്ങളും ഇവിടുന്ന് കേരള ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ ഇത് മാത്രമല്ല, മറ്റ് ബുദ്ധിപരമായിട്ട് ഉള്ള വളർച്ചയ്ക്കുള്ള ഗെയിമുകളും കാര്യങ്ങളും ഇവിടെ നിന്ന് നമുക്ക് കളിച്ച് സമ്മാനങ്ങൾ നേടാനുള്ള കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തതായിട്ട് കാണാം. മുതിർന്നവരും ഈ കൂട്ടത്തിൽ ഇതിൽ പങ്കാളികളാവുന്നുണ്ട്. എന്ന് പറയാൻ കേരള ബാങ്കിൻ്റേതായിട്ടുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളും കൂടിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ പരിച്ഛേദം പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സഹകരണ രജിസ്ട്രാർ ഡോക്ടർ സജീവ് ബാബു IAS ചൂണ്ടിക്കാട്ടി. നമുക്ക് അതിമനോഹരമായിട്ടുള്ള ചെടികളും കാര്യങ്ങളും അതുപോലെ മുന്തിരികൾ 2-3 സൈസ് മുന്തിരികൾ കാര്യങ്ങൾ, പപ്പായ, ചക്ക, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇത് തൈ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇതേണ്ട നല്ല അതിമനോഹര പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. നെന്മാറയിലുള്ള ആൾക്കാരാണ്. നെന്മാറയിൽ നിന്ന് വന്നിട്ടുള്ള സഹകരണ സംഘങ്ങളുടെയാണ് ഈ ഒരു ഇത്. അടുത്ത നമ്മൾ ബുക്ക് സ്റ്റാളിലേക്കാണ് കയറിയിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഒട്ടനവധി വലിയ എഴുത്തുകാരുടെയൊക്കെ നോവലുകളും അതുപോലെ ചെറുകഥകളും പിന്നെ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി എല്ലാം ഒന്ന് കണ്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി എഴുത്തുകാരെയൊക്കെ ഒന്നുകൂടെ കണ്ടിട്ട് നേരെ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഇടുക്കിയിലെ സഖ്യ സുപ്രീം ടീയുടെ ആ ഒരു സ്റ്റാളിലേക്കാണ് വന്നത്. ഇവിടെ നമുക്ക് അവർ തേയിലയും കാപ്പിപ്പൊടിയും മറ്റ് ഇടുക്കിയിലെ ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ രചനന്ദനവും മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും ഓറഞ്ച് തോലിൻ്റെ പൊടിയും അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഒരു ഷോപ്പും കണ്ടിട്ട് നേരെ നമ്മൾ വന്നിട്ട് നെൽകർഷകരുടെ ആയിട്ടുള്ള കുറച്ച് അരികൾ ഇതുണ്ട്. കുത്തിയരി അങ്ങനെയുള്ള പലതരത്തിലുള്ള അരികളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രാഷൻ ബൂട്ടിൻ്റെ സ്റ്റാളിലേക്കാണ് ഇനി അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രാഷൻ ബൂട്ടിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ ജ്യൂസ്, അതുപോലെ നമ്മുടെ ജാം, പിന്നെ നമുക്കിവിടെ അച്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നിവേദ്യ കദളി ഹലുവ, കദളിപ്പഴം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹലുവകളുടെ ഒരു സ്റ്റാളായിരുന്നു ഇത്. അപ്പോൾ ഇവിടുത്തെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഹലുവയും കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ നടന്ന് ലാസ്റ്റ് എത്തിച്ചേരുന്നത് നമ്മുടെ ഫുഡ് കോർട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്. ഏകദേശം 12,000 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു ഫുഡ് കോർട്ടാണിത്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉള്ള എല്ലാ പിന്നെ ജില്ലയിലെയും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ നടന്ന് ഓരോ ഭാഗത്തൊക്കെ കണ്ട് ഏതാണ് ഫുഡ് വേണ്ടത്, നമ്മൾ അധികം കഴിക്കാത്ത ഇവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ നോക്കി അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഞാൻ ചെല്ലുന്നത് അവിടെ നമ്മുടെ അട്ടപ്പാടിയിലേക്കാണ്. അട്ടപ്പാടിയിലുള്ള ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞാലി ബിരിയാണിയാണ്. അപ്പോൾ അട്ടപ്പാടി ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു ദോശയാണ്. അപ്പോൾ 2 ദോശ എന്ന് ചോദിച്ചാൽ 3 ദോശയും ചമ്മന്തിയും നമ്മുടെ ഇവിടെവരുടെ സ്പെഷ്യൽ ചിക്കനും കൂടെ വനസുന്ദരി ചിക്കനും കൂടെ ചേർത്ത് നല്ലൊരു പിടി പിടിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ യാത്ര ഇവിടെ